Hi dear students, Sale of Goods Act 1930 ഫസ്റ്റ് പാർട്ടാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. എന്താണ് കോൺട്രാക്ട് ഓഫ് സെയിൽ? സെയിൽ ഓഫ് ഗുഡ്സ് ആക്ട് 1930 came into force from July 1st 1930. 1930 ജൂലൈ 1-നാണ് സെയിൽ ഓഫ് ഗുഡ്സ് ആക്ട് 1930 നിലവിൽ വന്നത്. സെയിൽ ഓഫ് മൂവബിൾ പ്രോപ്പർട്ടി, ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രൊവിഷൻസ് ആണ് ഈ ഒരു ആക്റ്റിൽ ഉള്ളത്. ഇമ്മൂവബിൾ പ്രോപ്പർട്ടി ആയിട്ടുള്ള അല്ലെങ്കിൽ ഇമ്മൂവബിൾ ഗുഡ്സ് സെയിൽ ഓഫ് ഗുഡ്സ് ആക്ടിൻ്റെ പരിധിയിൽപ്പെട്ടതല്ല. കോൺട്രാക്ട് ഓഫ് സെയിൽസ് ഓഫ് ഗുഡ്സ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻസ് കോമൺ കോൺട്രാക്ട്, കോമൺ ആയിട്ട് നമ്മൾ കണ്ടുവരുന്ന ഒരു കോൺട്രാക്റ്റ് ആണ് കോൺട്രാക്ട് ഓഫ് സെയിൽ എന്ന് പറയുന്നത്. എ നോളജ് ഓഫ് ഇറ്റ്സ് മെയിൻ പ്രിൻസിപ്പിൾ ഈസ് ഓഫ് അറ്റ്മോസ്റ്റ് ഇമ്പോർട്ടൻസ് ടു ഓൾ ക്ലാസ്സസ് ഓഫ് ദി കമ്മ്യൂണിറ്റി. ഈ ഒരു കോൺട്രാക്ട് ഓഫ് സെയിലുമായി ബന്ധപ്പെട്ട് ഉണ്ടാകേണ്ട ഇൻഫർമേഷൻസ് എല്ലാ കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ആളുകൾക്കും അത്യാവശ്യമായിട്ട് അറിഞ്ഞിരിക്കേണ്ടതാണ്. ഇനി നമ്മൾ ഇതിൻ്റെ തിയറിറ്റിക്കൽ സൈഡിലേക്കാണ് പോകുന്നത്. കോൺട്രാക്ട് ഓഫ് സെയിൽ, ഇതിൻ്റെ ഡെഫിനേഷനാണ് നോക്കുന്നത്. According to Section 4 of the Sale of Goods Act 1930, a contract of sales of goods is a contract whereby the seller transfer or agree to transfer the property in goods to the buyer for a price. നിശ്ചിത വില നിശ്ചയിച്ചുകൊണ്ട് വിൽക്കുന്ന ആൾ വാങ്ങുന്ന ആൾക്ക് എന്തെങ്കിലും ഒരു ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോപ്പർട്ടി വിൽക്കണം എന്നുള്ള ഉദ്ദേശത്തിൽ അഗ്രിമെൻ്റ് ചെയ്തിട്ടോ ചെയ്യുന്ന കോൺട്രാക്റ്റിനെയാണ് നമ്മൾ കോൺട്രാക്ട് ഓഫ് സെയിൽ എന്ന് പറയുന്നത്. ഇനി നമ്മൾ നോക്കുന്നത് എസെൻഷ്യൽ ഫീച്ചേഴ്സ് ഓഫ് എ കോൺട്രാക്ട് ഓഫ് സെയിലാണ്. എന്തെല്ലാം ഫീച്ചേഴ്സുകളാണ് കോൺട്രാക്ട് ഓഫ് സെയിലിന് നമുക്ക് കാണാൻ സാധിക്കുക? ഫസ്റ്റ് പോയിന്റ് ഈസ് ടു പാർട്ടീസ് ആർ റിക്വയർഡ് ഇൻ എ കോൺട്രാക്ട് ഓഫ് സെയിൽ, ബയർ ആൻഡ് സെല്ലർ. രണ്ട് പാർട്ടീസ് ഈ ഒരു കോൺട്രാക്റ്റിൽ അത്യാവശ്യമാണ്, ബയ്യർ ആൻഡ് സെല്ലർ. ആരാണ് ബയ്യർ? ബയ്യർ മീൻസ് എ പേഴ്സൺ ഹു ബൈ ഓർ അഗ്രി ടു ബൈ ദ ഗുഡ്സ്. ഗുഡ്സ് വാങ്ങാൻ വേണ്ടി അഗ്രിമെൻ്റ് ചെയ്യുന്ന ആളിനെയാണ് നമ്മൾ ബയ്യർ എന്ന് പറയുന്നത്. സെല്ലർ മീൻസ് എ പേഴ്സൺ ഹു സെൽ ഓർ അഗ്രി ടു സെൽ ദ ഗുഡ്സ്. സെല്ലർ എന്ന് പറയുന്നത് ഗുഡ്സ് വിൽക്കാൻ വേണ്ടി അഗ്രി ചെയ്ത ആളെയാണ് നമ്മൾ സെല്ലർ എന്ന് പറയുന്നത്. ബിക്കോസ് ഓഫ് എ പേഴ്സൺ കനോട്ട് ബൈ ഹിസ് ഓൺ ഗുഡ്സ്, ദെയർഫോർ ദ സെല്ലർ ആൻഡ് ദ ബയ്യർ മസ്റ്റ് ബി ഡിഫറെൻറ്റ് പേഴ്സൺ. ഒരിക്കലും തന്നെ നമുക്ക് ഒരാൾ തന്നെ സെല്ലറും ഒരാൾ തന്നെ ബയ്യറും ആവാൻ വേണ്ടി സാധിക്കുകയില്ല. അതുകൊണ്ട് തന്നെ ഇവിടെ ഡിഫറെൻറ്റ് പേഴ്സൺ ആയിട്ടുള്ള ആളുകളായിരിക്കും ബയ്യറും സെല്ലറും എന്ന് പറയുന്ന വ്യക്തികൾ. ഇനി സെക്കൻഡ് ഫീച്ചേഴ്സാണ് നെക്സ്റ്റ് പറയുന്നത്. കോൺട്രാക്റ്റ്. A contract of sales being a contract must be fulfill all the requirements of a valid contract. ഒരു സെയിൽ ഓഫ് ഗുഡ്സ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ കോൺട്രാക്ട് ഓഫ് സെയിൽ എന്ന് പറയുന്നത് ഒരു കോൺട്രാക്റ്റ് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഒരു ബേസിക് കോൺട്രാക്റ്റിൽ ഉണ്ടായിരിക്കേണ്ട എല്ലാ ഫീച്ചേഴ്സുകളും എല്ലാ റിക്വയർമെൻറ്റ്സുകളും ഇവിടെ കോൺട്രാക്ട് ഓഫ് സെയിലിനും ബാധകമാണ്. നമ്മൾ കോൺട്രാക്റ്റിൻ്റെ ഫീച്ചേഴ്സ് പറഞ്ഞു, കോൺട്രാക്റ്റിൻ്റെ റിക്വയർമെൻറ്റ്സുകൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൽപ്പെട്ട കാര്യങ്ങളൊക്കെ ഇവിടെ കോൺട്രാക്ട് ഓഫ് സെയിലിനും ബാധകമാണ്. തേർഡ് പോയിന്റ്, മൂവബിൾ ഗുഡ്സ്. ഇവിടെ സെയിൽ ഓഫ് ഗുഡ്സ് ആക്ട് പ്രകാരം മൂവബിൾ ഗുഡ്സ് മാത്രമേ ഈ ഒരു ആക്ടിൻ്റെ പരിധിയിൽ വരികയുള്ളൂ. ദ ഗുഡ്സ് വിച്ച് ഫോം ദ സബ്ജക്റ്റ് മാറ്റർ ഓഫ് ദി കോൺട്രാക്ട് ഓഫ് സെയിൽ ഈസ് മൂവബിൾ ഗുഡ്സ്. സബ്ജക്റ്റ് മാറ്ററായിട്ട് നമ്മൾ കണക്കാക്കുന്ന ഗുഡ്സ് അതെന്താണ്? മൂവബിൾ ഗുഡ്സ് ആയിരിക്കണം. സെയിൽ ആൻഡ് പർച്ചേസ് ഓഫ് ഇമ്മൂവബിൾ പ്രോപ്പർട്ടി ആർ കവേർഡ് അണ്ടർ ദി ട്രാൻസ്ഫർ ഓഫ് പ്രോപ്പർട്ടി ആക്ട് 1882. എന്നാൽ ഇമ്മൂവബിൾ ഗുഡ്സ് ആയിട്ടുള്ള ഗുഡ്സിൻ്റെ സെയിലും പർച്ചേസും വരുന്നത് ട്രാൻസ്ഫർ ഓഫ് പ്രോപ്പർട്ടി ആക്ട് 1882 ഇമ്മൂവബിൾ ഗുഡ്സ് കവർ ചെയ്യുന്നത്. നെക്സ്റ്റ് ഫീച്ചേഴ്സായി പറയുന്നതാണ് ട്രാൻസ്ഫർ ഓഫ് പ്രോപ്പർട്ടി. ദ ട്രാൻസ്ഫർ ഓഫ് പ്രോപ്പർട്ടി ഇൻ ദ ഗുഡ്സ് ഫ്രം ദി സെല്ലർ ടു ദ ബയ്യർ ഈസ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് എലമെൻറ്റ്സ് ഓഫ് എ കോൺട്രാക്ട് ഓഫ് സെയിൽ ഓഫ് ഗുഡ്സ്. സെയിൽ ഓഫ് ഗുഡ്സ് പ്രകാരം ഗുഡ്സ് എന്ത് ചെയ്യണം? ട്രാൻസ്ഫർ ചെയ്തിരിക്കണം. സെല്ലറുടെ കയ്യിൽ നിന്നും ബയ്യറുടെ കയ്യിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിരിക്കണം. പ്രോപ്പർട്ടി ഹിയർ മീൻസ് ഓണർഷിപ്പ് ഓർ ടൈറ്റിൽ ഓഫ് ദി ഗുഡ്സ് ആൻഡ് there may be absolute transfer of a ownership in a contract of sale of goods.
ഇവിടെ ട്രാൻസ്ഫർ എന്ന് പറയുന്നത് ഗുഡ്സുമായി ബന്ധപ്പെട്ട ഒന്നുകിൽ പ്രോപ്പർട്ടി ആകാം, അല്ലെങ്കിൽ പ്രോപ്പർട്ടിയുടെ ഓണർഷിപ്പ് ആകാം, അല്ലെങ്കിൽ അതിൻ്റെ ടൈറ്റിൽ ആകാം. ഇതെല്ലാം എന്താണ് ഇവിടെ ട്രാൻസ്ഫർ ആയിട്ട് നമുക്ക് കണക്കാക്കാൻ വേണ്ടി സാധിക്കും. അടുത്തതാണ് പ്രൈസ്. പ്രൈസ് മീൻസ് മണി കൺസിഡറേഷൻ ഫോർ എ സെയിൽ ഓഫ് ഗുഡ്സ് in a contrary of sale money must be paid or promised where there is a no money consideration, the transaction is not a contract of sale. ഇവിടെ നമുക്കറിയാം സെയിൽ ഓഫ് ഗുഡ്സിൽ ഒരു പ്രൈസ് ഉണ്ടായിരിക്കും. ആ ഗുഡ്സിന് അനുയോജ്യമായിട്ടുള്ള ഒരു പ്രൈസ് ഫിക്സ് ചെയ്തിട്ടാണ് ആ ഒരു ട്രാൻസാക്ഷൻ നടക്കുന്നത്. അങ്ങനെ ഒരു പ്രൈസ് എന്ത് ചെയ്യണം, ഒരു കോൺട്രാക്ട് ഓഫ് സെയിലിൽ ഉണ്ടായിരിക്കണം. ഒന്നെങ്കിൽ ആ എമൗണ്ട് സെയിൽ ഓഫ് മണി എന്ത് ചെയ്യണം, കൊടുത്തിരിക്കണം, അല്ലെങ്കിൽ പ്രോമിസ് ചെയ്തിരിക്കണം. ആ ഒരു സെർട്ടൻ എമൗണ്ട് ഓഫ് മണി അവിടെ കൺഫേം ചെയ്തിരിക്കണം. എന്നാൽ ഇങ്ങനെയുള്ള കൺസിഡറേഷൻ ഇല്ലാത്ത, എമൗണ്ട് ഫിക്സ് ചെയ്യാത്ത, പ്രൈസ് ഇല്ലാത്ത ഒരു ട്രാൻസാക്ഷൻ ആണെങ്കിൽ അത് കോൺട്രാക്ട് ഓഫ് സെയിലിൻ്റെ പരിധിയിൽ വരുന്ന ഒരു ട്രാൻസാക്ഷൻ അല്ല. ഓക്കെ, അതാണ് പ്രൈസുമായി ബന്ധപ്പെട്ട് പറയുന്നത്. നെക്സ്റ്റ് ഫീച്ചേഴ്സ് ആണ് ഫോർമാലിറ്റീസ്. Contract of sale is made by an offer to buy or sell the goods for a price and the acceptance of such an offer. ഇവിടെ എന്താണ്, ഒരു ഓഫർ ഉണ്ടായിരിക്കണം, അതുപോലെ തന്നെ വാങ്ങാനും വിൽക്കാനും ഒരു ഓഫറും അതുമായി ബന്ധപ്പെട്ട പ്രൈസും ഒരു ആക്സെപ്റ്റൻസും ഉണ്ടെങ്കിലാണ് അതൊരു കോൺട്രാക്ട് ഓഫ് സെയിലായി മാറുകയുള്ളൂ. The contract may be provided for the immediate delivery of the goods or immediate payment of the price or both, or for the delivery and payment by installment, or that the delivery or payment or both shall be postponed. ഇവിടെ നമ്മളൊരു കോൺട്രാക്ട് ഓഫ് സെയിൽ എന്ന് പറയുമ്പോൾ വിശാലമായിട്ടുള്ള ഒരു പരിധിയാണ് വരുന്നത്. ഒന്നുകിൽ എന്ത് ചെയ്യാം, ഇവിടെ ഒരു കോൺട്രാക്റ്റ് പെട്ടെന്നുള്ള ഇമ്മീഡിയറ്റ് ഡെലിവറിയും ഇമ്മീഡിയറ്റ് പേയ്മെൻറ്റും അവിടെ സംഭവിക്കും. അപ്പോൾ നമ്മൾ ഷോപ്പിൽ പോയിട്ട് ക്യാഷ് കൊടുക്കുന്നു, സാധനം വാങ്ങുന്നു, അത് ഇമ്മീഡിയറ്റ് ഡെലിവറി ആൻഡ് ഇമ്മീഡിയറ്റ് പേയ്മെൻ്റ് ആണ്. ചില സാഹചര്യത്തിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ഇൻസ്റ്റാൾമെൻറ്റ് ബേസിൽ എന്ത് ചെയ്യുന്നു, പേയ്മെൻറ്റ് കൊടുക്കുന്നു, അതിനോട് അനുബന്ധിച്ച് തന്നെ ഗുഡ്സ് ഡെലിവറി ചെയ്യുന്നു. ചില സാഹചര്യത്തിൽ ഡെലിവറിയും പേയ്മെൻറ്റും എന്താണ്, പോസ്റ്റ്പോൺ ചെയ്തിരിക്കും. ചിലപ്പോൾ ഡെലിവറി പോസ്റ്റ്പോൺ ചെയ്യും, അല്ലെങ്കിൽ എന്ത് ചെയ്യും, ഗുഡ്സ് ഡെലിവറി പോസ്റ്റ്പോൺ ചെയ്യും, അല്ലെങ്കിൽ പേയ്മെൻറ്റ് പോസ്റ്റ്പോൺ ചെയ്യും, നീട്ടിവെക്കും. പിന്നീടുള്ള ഫ്യൂച്ചർ ഡേറ്റിലായിരിക്കും അത് നടത്തുന്നുണ്ടായിരിക്കുക. അങ്ങനെയുള്ള സാഹചര്യത്തിലെല്ലാം എന്താണ് ഇവിടെ കോൺട്രാക്ട് ഓഫ് സെയിലാണ് സംഭവിക്കുക. നെക്സ്റ്റ് ആണ് ഫോം. കോൺട്രാക്ട് ഓഫ് സെയിൽ മേ ബി റൈറ്റിംഗ് ഓർ ബൈ വേർഡ്സ് ഓഫ് മൗത്ത് ഓർ മേ ബി ഇംപ്ലൈഡ് ഫ്രം ദി കോൺട്രാക്ട് ഓഫ് ദി പാർട്ടീസ്. ഇവിടെ സെയിൽ ഓഫ് കോൺട്രാക്റ്റ് എന്ന് പറയുന്നത് ഒന്നെങ്കിൽ റിട്ടൺ ഫോമിൽ എഗ്രിമെൻ്റ് ഉണ്ടാക്കിക്കൊണ്ട് എന്ത് ചെയ്യാം, ഒരു കോൺട്രാക്ട് ഓഫ് സെയിൽ ഉണ്ടാക്കിയെടുക്കാം, അല്ലെങ്കിൽ ബൈ വേർഡ്സ് ഓഫ് മൗത്ത്, അല്ലെങ്കിൽ സംസാരിച്ചു കൊണ്ട് എന്ത് ചെയ്യാം, കോൺട്രാക്ട് ഓഫ് സെയിൽ ഉണ്ടാക്കിയെടുക്കാം. അല്ല എന്നുണ്ടെങ്കിൽ ഇംപ്ലൈഡ് കോൺട്രാക്റ്റ്, അല്ലെങ്കിൽ കണ്ടക്ട് ഓഫ് ദി പാർട്ടീസിൻ്റെ എന്താണ്, പാർട്ടീസിൻ്റെ പ്രവൃത്തി കൊണ്ട് എന്ത് ചെയ്യാം, ഇവിടെ കോൺട്രാക്ട് ഓഫ് സെയിൽ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി സാധിക്കും. ഇനി അടുത്ത് നോക്കുന്നതാണ് സബ്ജക്റ്റ് മാറ്റർ ഓഫ് ദി കോൺട്രാക്ട് ഓഫ് സെയിൽ. കോൺട്രാക്ട് ഓഫ് സെയിൽ കോൺട്രാക്ട് ഓഫ് സെയിലിൻ്റെ സബ്ജക്റ്റ് മാറ്റർ എന്താണ് എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. സബ്ജക്റ്റ് മാറ്റർ ഈസ് ദ കണ്ടന്റ് ഓഫ് ദി കോൺട്രാക്ട് ഓഫ് സെയിൽ. കോൺട്രാക്ട് ഓഫ് സെയിലിൻ്റെ കണ്ടന്റിനെയാണ് നമ്മൾ സബ്ജക്റ്റ് മാറ്റർ എന്ന് പറയുന്നത്. അത് മിക്കവാറും എന്താണ്, ഗുഡ്സ് ഈസ് ദ സബ്ജക്റ്റ് മാറ്റർ. ഗുഡ്സ് ആണ് കോൺട്രാക്ട് ഓഫ് സെയിലിൽ സബ്ജക്റ്റ് മാറ്റർ ആയിട്ട് നമുക്ക് പറയാൻ സാധിക്കുക. Goods means every kind of movable property other than auctionable claims and money. ഇവിടെ ഗുഡ്സ് എന്ന് പറയുമ്പോൾ എല്ലാ മൂവബിൾ ഗുഡ്സിനെയും നമുക്ക് ഗുഡ്സിൻ്റെ പരിധിയിൽ കൊണ്ടുവരാൻ വേണ്ടി സാധിക്കും. എന്നാൽ ഓപ്ഷണബിൾ ക്ലെയിമും മണിയും ആ ഒരു കാറ്റഗറിയിൽ നമുക്ക് ഉൾപ്പെടുത്താൻ വേണ്ടി സാധിക്കുകയില്ല. ഇറ്റ് ഇൻക്ലൂഡ് സ്റ്റോക്ക്, ഷെയർസ്, ഗ്രോയിങ് ക്രോപ്സ്, ഗ്രാസ് ആൻഡ് തിങ്സ് അറ്റാച്ച്ഡ് ഓർ ഫോമിങ് പാർട്ട് ഓഫ് ദി ലാൻഡ്. ഇവിടെ നമുക്ക് നമ്മൾ സ്റ്റോക്ക് എന്ന് പറയുമ്പോൾ പിന്നെ ഷെയറിൻ്റെ ഗ്രൂപ്പ് ഓഫ് ഷെയറുകൾ, അതുപോലെ ഗ്രോയിങ് ക്രോപ്സുകൾ, വിളകൾ, എന്തും ഇവിടെ മൂവബിൾ ആയിട്ടുള്ള ഏത് ഐറ്റംസിനെയും നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ സബ്ജക്റ്റ് മാറ്റർ ആയിട്ട് നമുക്ക് കൊണ്ടുവരാൻ വേണ്ടി സാധിക്കും. ഓപ്ഷണബിൾ ക്ലെയിം ആൻഡ് മണി ആർ നോട്ട് എ ഗുഡ്സ്. ഓപ്ഷണബിൾ ക്ലെയിമും മണിയും നമുക്ക് എന്ത് ചെയ്യില്ല, ഗുഡ്സിൻ്റെ പരിധിയിൽ കൊണ്ടുവരാൻ വേണ്ടി സാധിക്കുകയില്ല. An auctionable claim is something which is enforceable only by the actions in a court of law. ഇവിടെ ഓപ്ഷണബിൾ ക്ലെയിം എന്ന് പറയുന്നത് എന്താണ്, കോടതിയുടെ വിധി പ്രകാരമായിരിക്കും ആ ഒരു
ഗുഡ്സ് എൻഫോഴ്സബിൾ ആയി മാറുന്നത്, നിയമപരമായിട്ട് അംഗീകാരമുള്ള ഒരു ഗുഡ്സായി മാറുന്നത്. അങ്ങനെയുള്ള സാഹചര്യത്തിൽ ആ ഓപ്ഷണബിൾ ക്ലെയിമിനെ നമുക്ക് ഗുഡ്സായി പരിഗണിക്കാൻ വേണ്ടി സാധിക്കുകയില്ല. മറ്റൊന്ന് എന്താണ്, പണം നമുക്ക് ഓപ്ഷണബിൾ ക്ലെയിമായിട്ട് വെക്കാൻ വേണ്ടി സാധിക്കുകയില്ല. ഇനി അടുത്തത് പറയുന്നതാണ് ക്ലാസിഫിക്കേഷൻ ഓഫ് ഗുഡ്സ്. ഗുഡ്സിൻ്റെ ക്ലാസിഫിക്കേഷൻ ആണ് പറയുന്നത്. ഫസ്റ്റ് വൺ ഈസ് എക്സിസ്റ്റിംഗ് ഗുഡ്സ്. What is existing goods? Goods which are owned or possessed by the seller at the time of the contract of sale are called existing goods. കോൺട്രാക്ട് ഓഫ് സെയിൽ നടക്കുന്ന സമയത്ത് അല്ലെങ്കിൽ സെയിൽ നടക്കുന്ന സമയത്ത് ഗുഡ്സ് എന്താണ്, ഓണറുടെ കയ്യിലുണ്ട് അല്ലെങ്കിൽ ഓണറുടെ ഉടമസ്ഥാവകാശത്തിൽ ഉണ്ടായിട്ടുള്ള ഗുഡ്സിനെയാണ് നമ്മൾ എക്സിസ്റ്റിംഗ് ഗുഡ്സ് എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മൾ ഷോപ്പിൽ ചെന്ന് കഴിഞ്ഞാൽ ആ ഷോപ്പിൽ ഒരുപാട് ഗുഡ്സ് കാണാൻ സാധിക്കും. ആ ഗുഡ്സാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, വാങ്ങാൻ പോകുന്നത്. അങ്ങനെയെങ്കിൽ ആ ഗുഡ്സിനെ നമുക്ക് എന്ത് ചെയ്യാം, എക്സിസ്റ്റിംഗ് ഗുഡ്സ് എന്ന് പറയാം. കാരണം അത് ഈ ഒരു ഷോപ്പ് ഓണർ അല്ലെങ്കിൽ സെല്ലറുടെ കസ്റ്റഡിയിലും അയാളുടെ ഓണർഷിപ്പിലുമുള്ള ഗുഡ്സ് ആയതുകൊണ്ട് നമുക്ക് എക്സിസ്റ്റിംഗ് ഗുഡ്സ് എന്ന് പറയാൻ വേണ്ടി സാധിക്കും. Existing goods may be three types such as specific goods, ascertained goods and unascertained goods. First one is specific goods. These are the goods which are identified and agreed upon the time at the time when the contract of sale is made. കോൺട്രാക്റ്റ് നടക്കുന്ന സമയത്ത് എന്താണ്, ഏത് ഗുഡ്സ് ആണ് എന്നുള്ളത് സ്പെസിഫിക് ആയി നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ഒരു ഷോപ്പിൽ ചെന്നുകൊണ്ട് ഒരു ബൈക്ക് നമ്മൾ വാങ്ങാൻ വേണ്ടി പോവുകയാണെങ്കിൽ നമുക്കവിടെ ഷോറൂമിൽ ഡിസ്പ്ലേ ചെയ്തിട്ടുള്ള ഒരു ബൈക്ക് നമുക്ക് കാണിച്ചു തന്നുകൊണ്ട് ഇതാണ് നിങ്ങൾക്കുള്ള ബൈക്ക് എന്ന് പറയുകയാണെങ്കിൽ ആ ഗുഡ്സിനെ അല്ലെങ്കിൽ ആ ഒരു ബൈക്കിനെ നമുക്ക് സ്പെസിഫിക് ഗുഡ്സ് എന്ന് പറയാൻ വേണ്ടി സാധിക്കും. കാരണം എന്താണ്, സെയിൽ നടക്കുന്ന സമയത്ത് ആ ഒരു ഗുഡ്സ് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട്. അതിനെയാണ് നമ്മൾ സ്പെസിഫിക് ഗുഡ്സ് എന്ന് പറയുന്നത്. മറ്റൊന്നാണ് അസർട്ടൈൻഡ് ഗുഡ്സ്. ദർ ആർ ദ ഗുഡ്സ് വിച്ച് ആർ ഐഡൻറ്റിഫൈഡ് ബൈ ദ പാർട്ടീസ് ഇൻ അക്കോർഡൻസ് വിത്ത് ദ അഗ്രിമെൻറ്റ് ആഫ്റ്റർ ദി കോൺട്രാക്ട് ഈസ് മെയ്ഡ്. ദ ഐഡൻറ്റിഫിക്കേഷൻ ടേക്ക് പ്ലേസ് അറ്റ് ദ ലേറ്റർ ഡേറ്റ്. ഇവിടെ അസർട്ടൈൻഡ് ഗുഡ്സിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഗുഡ്സ് നമുക്ക് അസർട്ടൈൻ ചെയ്ത് തന്നിട്ടുണ്ട്, പക്ഷേ നമുക്ക് ഏതാണ് എന്നുള്ളത് വ്യക്തമായി തന്നിട്ടില്ല. ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മളൊരു പുതിയൊരു വാഹനം വാങ്ങാൻ വേണ്ടി, ഒരു കാറ് വാങ്ങാൻ വേണ്ടി പോവുകയാണ്. അവിടെ ഷോറൂമിൽ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് അവിടെ സ്റ്റോക്കൊന്നും ഇല്ല. നമ്മളോട് പറഞ്ഞു ഇനി വരുന്ന സ്റ്റോക്കിൽ നിന്നും സ്വിഫ്റ്റ് ഡിസയർ എന്ന് പറയുന്ന കമ്പനിയുടെ മോഡലിൽ നിങ്ങൾക്കൊരു കാറ് തരാം എന്ന് പറഞ്ഞിട്ട് ഒരു ഷോറൂമിൽ നമ്മളോട് പറയുകയാണ് എങ്കിൽ അതിനെ നമുക്ക് അസർട്ടൈൻഡ് ഗുഡ്സ് എന്ന് പറയാൻ വേണ്ടി സാധിക്കും. എന്നാൽ ഈ ഒരു ഗുഡ്സിൻ്റെ ഐഡൻറ്റിഫിക്കേഷൻ എപ്പോഴാണ്, അത് പിന്നീടാണ് നടക്കുന്നത്. എപ്പോഴാണ് നടക്കുക, ഈ കാറ് ഇവരുടെ യാർഡിലെത്തിയ ശേഷം നമ്മളെ വിളിച്ച് നമ്മളെ കൊണ്ടുപോയി കാണിച്ചു തരും. എന്നിട്ട് നമ്മളോട് പറയും ഇതാണ് ഗുഡ്സ് എന്ന് പിന്നീടാണ് നമ്മളോട് അറിയിക്കുക. അങ്ങനെയുള്ള ഗുഡ്സിനെയാണ് നമ്മൾ അസർട്ടൈൻഡ് ഗുഡ്സ് എന്ന് പറയുന്നത്. ഇനി അടുത്തതാണ് അൺഅസർട്ടൈൻഡ് ഗുഡ്സ്. ഗുഡ്സ് വിച്ച് ആർ നോട്ട് സ്പെസിഫിക്കലി ഐഡൻറ്റിഫൈഡ് ആൻഡ് അഗ്രീഡ് അറ്റ് ദ ടൈം വെൻ ദ കോൺട്രാക്ട് ഓഫ് സെയിൽ ഈസ് മെയ്ഡ്. നമ്മളോട് ഏത് ഗുഡ്സ് ആണ് എന്നൊന്നും ഏത് ടൈപ്പ് ഗുഡ്സ് ആണ് എന്നൊന്നും നമ്മളോട് പറഞ്ഞിട്ടില്ല. നമ്മോട് പറഞ്ഞു അടുത്ത ഷിപ്മെൻറ്റിൽ ഒരുപാട് കാറുകൾ വരാനുണ്ട്, അതിലേതെങ്കിലും ഒരു കാറ് നിങ്ങൾക്കുള്ളതാണ് എന്ന് നമ്മളോട് പറയുകയാണെങ്കിൽ അതിനെ അൺഅസർട്ടൈൻഡ് ഗുഡ്സ് എന്നാണ് പറയുക. കാരണം ഒരു തരത്തിലും നമുക്ക് അതിനെ അസർട്ടൈൻ ചെയ്ത് തന്നിട്ടില്ല. ഏത് ടൈപ്പാണ്, ഏത് മോഡലാണ്, ഏത് കളറാണ് എന്നൊന്നും നമുക്ക് അസർട്ടൈൻ ചെയ്ത് തന്നിട്ടില്ല. അതിനെയാണ് നമ്മൾ അൺഅസർട്ടൈൻഡ് ഗുഡ്സ് എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തെ കാറ്റഗറി വരുന്നതാണ് ഫ്യൂച്ചർ ഗുഡ്സ്. ഫ്യൂച്ചർ ഗുഡ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, ദീസ് ആർ ദ ഗുഡ്സ് വിച്ച് ആർ ടു ബി മാനുഫാക്ചേർഡ് ഓർ produced or acquired by the seller after the contract of sale is made. കോൺട്രാക്റ്റ് ഉണ്ടാക്കിയതിന് ശേഷമാണ് ഇവിടെ എന്ത് ചെയ്യുന്നത്, ആ ഗുഡ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് അല്ലെങ്കിൽ അക്യൂർ ചെയ്യുന്നത് അല്ലെങ്കിൽ മാനുഫാക്ചർ ചെയ്യുന്നത്. ഇപ്പോൾ നമുക്ക് നോക്കൂ, ഇപ്പോൾ നമ്മളൊരു സെല്ലറാണ് എങ്കിൽ നമുക്കൊരു ബയ്യർ ഒരു ഓർഡർ തന്നു, ഇന്ന ഐറ്റംസ് ഇന്ന ഗുഡ്സ് നമുക്ക് വേണമെന്ന് പറഞ്ഞിട്ട് ഓർഡർ തന്നു. ആ ഓർഡർ പ്രകാരം നമ്മൾ എന്ത് ചെയ്യും, ആ ഗുഡ്സ് ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ ആ ഗുഡ്സിനെ നമ്മൾ പറയുന്ന പേരാണ് ഫ്യൂച്ചർ ഗുഡ്സ്. കാരണം എന്താണ്, നമ്മളത് ഉണ്ടാക്കിയിട്ടില്ല. കോൺട്രാക്റ്റ് നടക്കുന്ന സമയത്ത് ആ ഗുഡ്സ് നിലവിലില്ല. 2 ദിവസം കഴിഞ്ഞ് അല്ലെങ്കിൽ ഭാവിയിലാണ് നമുക്ക് ആ ഒരു ഗുഡ്സ് ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടി സാധിക്കുക. അതിനെയാണ് നമ്മൾ ഫ്യൂച്ചർ ഗുഡ്സ് എന്ന് പറയുക. ആ ഗുഡ്സ് പ്രസൻ്റ്ലി ഇല്ല, പക്ഷെ പിന്നീട് നമ്മൾ ഉണ്ടാക്കി കൊടുക്കും. ഇനി അടുത്തതാണ് കണ്ടിൻജൻറ്റ് ഗുഡ്സ്. എന്താണ് കണ്ടിൻജൻറ്റ് ഗുഡ്സ്? കണ്ടിൻജൻറ്റ് ഗുഡ്സ് ആർ ദ ടൈപ്സ് ഓഫ് ദി ഫ്യൂച്ചർ ഗുഡ്സ്. ദ അക്വസിഷൻ ഓഫ് which may be seller depends upon the contingency which may or may not be happen.
They are also type of future goods and therefore contract of sale of contingent goods operate as an agreement to sale. ഇവിടെ കണ്ടിജന്റ് ഗുഡ്സ് എന്ന് പറയുന്നത് എന്താണ്? ഇതൊരു നമുക്ക് കൺഫേം ചെയ്യാൻ പറ്റാത്ത ഒരു ഗുഡ്സിനെയാണ് നമ്മൾ കണ്ടിജന്റ് ഗുഡ്സ് എന്ന് പറയുക. ഒരു കണ്ടിജൻസി, ഒരു തടസ്സം ആ ഒരു ഗുഡ്സിന് മുകളിലുണ്ട്. എന്തെങ്കിലും ഒരു ഇവന്റ് സംഭവിച്ചു കഴിഞ്ഞാലാണ് ആ ഒരു ഗുഡ്സ് നമുക്ക് ഗുഡ്സ് എന്ന് വിളിക്കാൻ വേണ്ടി സാധിക്കുകയുള്ളൂ, അല്ലെങ്കിൽ നമുക്ക് ഈ ഒരു സെയിലിന് വേണ്ടി ഉപയോഗിക്കാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. അപ്പോൾ ചിലപ്പം അത് സെയിലിന് വേണ്ടി ഉപയോഗിക്കാൻ സാധിക്കും, അല്ലെങ്കിൽ എന്ത് ചെയ്യില്ല, അത് ഗുഡ്സ് ആയിട്ട് നമുക്ക് സെയിലിന് വേണ്ടി ഉപയോഗിക്കാൻ വേണ്ടി സാധിക്കുകയില്ല. അങ്ങനെയുള്ള കണ്ടിൻജൻസീസ് ഉള്ള ഗുഡ്സിനെയാണ് നമ്മൾ കണ്ടിൻജന്റ് ഗുഡ്സ് എന്ന് പറയുക. ഫ്യൂച്ചറിലാണ് ഈ ഒരു ഇവന്റ് സംഭവിക്കുക. ആ ഇവന്റ് സംഭവിച്ചാലാണ് ഈ ഒരു ഗുഡ്സിൻ്റെ കണ്ടിൻജൻസീസ് കൺഫേം ആവുന്നത്. ഒന്നെങ്കിൽ അത് ഗുഡ്സ് ആയിട്ട് നമുക്ക് വിൽക്കാൻ വേണ്ടി സാധിക്കും, അല്ലെങ്കിൽ എന്തില്ല, അങ്ങനെ ഒരു ഗുഡ്സ് ആയിട്ട് നമുക്ക് വിൽക്കാൻ വേണ്ടി സാധിക്കുകയില്ല. ഈ ഒരു ഗുഡ്സ് ഫ്യൂച്ചർ ഗുഡ്സ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇതിനെ കണക്കാക്കും. അഗ്രിമെന്റ് ടു സെയിൽ എന്നുള്ള കാറ്റഗറിയിലാണ് നമ്മൾ ഈ ഒരു ഗുഡ്സിനെ നമ്മൾ കണക്കാക്കുന്നത്. ഇനി അടുത്തതാണ് പ്രൈസ് ഓഫ് ഗുഡ്സ്. ഗുഡ്സിൻ്റെ പ്രൈസുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. അക്കോർഡിംഗ് ടു സെക്ഷൻ 2 സബ്സെക്ഷൻ 10, പ്രൈസ് മീൻസ് മണി കൺസിഡറേഷൻ ഫോർ ദ സെയിൽ ഓഫ് ഗുഡ്സ്. ഇറ്റ് ഈസ് വൺ ഓഫ് ദി എസെൻഷ്യൽ എലമെന്റ്സ് ഓഫ് എ കോൺട്രാക്ട് ആൻഡ് ഈസ് എക്സ്പ്രസ്ഡ് ഇൻ മോണിറ്ററി ടേംസ്. പ്രൈസ് എന്ന് പറയുന്നത് കോൺട്രാക്ട് ഓഫ് സെയിൽ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. ഈ പ്രൈസ് എന്ത് ചെയ്യണം, എക്സ്പ്രസ് ചെയ്തിരിക്കണം, അത് വെളിപ്പെടുത്തിയിരിക്കണം. മാത്രമല്ല മോണിറ്ററി ടേംസിലാണ് ഇത് കണക്കാക്കേണ്ടത്. പണത്തിൻ്റെ രൂപത്തിൽ ഇത്ര എമൗണ്ട് എന്നുള്ള രൂപത്തിൽ എന്ത് ചെയ്യണം, ഇത് കണക്കാക്കിയിരിക്കണം. ഇനി നമ്മൾ നോക്കുന്നത് അക്കോർഡിംഗ് ടു സെക്ഷൻസ് 9 ഓഫ് ദി പ്രൈസ് ക്യാൻ ബി അസർട്ടൈൻഡ് ആസ് ഫോളോസ്. പ്രൈസ് നമുക്ക് എങ്ങനെ അസർട്ടൈൻ ചെയ്യാം എന്നുള്ളതാണ് നോക്കുന്നത്. ഇൻ ദി കോൺട്രാക്ട് ദ പ്രൈസ് ഇൻ എ കോൺട്രാക്ട് സെയിൽ മേ ബി ഫിക്സഡ് ഓർ എക്സ്പ്രസ്ലി സ്റ്റേറ്റഡ് ഇൻ ദ കോൺട്രാക്ട് ഇറ്റ്സെൽഫ്. ഇവിടെ നമ്മൾ എന്താണ്, സെയിൽ നടക്കുന്ന സമയത്ത് ചില സമയത്ത് അതെന്ത് ചെയ്യും, കോൺട്രാക്റ്റിൽ സ്റ്റേറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും, അത് എക്സ്പ്രസ് ചെയ്തിട്ടുണ്ടായിരിക്കും. ഇൻ ആൻ അഗ്രിമെൻറ്റ് ദ പ്രൈസ് മേ ബി ലെഫ്റ്റ് ടു ബി ഫിക്സഡ് ഇൻ എ മാനർ അഗ്രീഡ് ഓർ ആൻഡ് പ്രൊവൈഡ് ഇൻ ദ കോൺട്രാക്ട്. അഗ്രിമെൻറ്റ് പ്രകാരം പ്രൈസ് എന്ത് ചെയ്യുന്നുണ്ട്, പിന്നീട് കോൺട്രാക്റ്റ് ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യും, ഫിക്സ് ചെയ്യുന്നതായിരിക്കും. കോഴ്സ് ഓഫ് ഡീലിംഗ് ദ പ്രൈസ് മേ ബി ഡിറ്റർമിൻഡ് ബൈ ദ കോഴ്സ് ഓഫ് ഡീലിംഗ് ബിറ്റ്വീൻ ദ പാർട്ടീസ്. ചില സാഹചര്യത്തിൽ പ്രൈസ് ഫിക്സ് ചെയ്യുന്നത് എന്താണ്, കോഴ്സ് ഓഫ് ഡീലിംഗ് റിലേറ്റ് ചെയ്തിട്ടായിരിക്കും. പാർട്ടീസ് തമ്മിലുള്ള ഡീലിംഗ് അനുസരിച്ചായിരിക്കും പ്രൈസ് ഫിക്സ് ചെയ്യുന്നത്. റീസണബിൾ പ്രൈസ് ഇഫ് ദർ ഈസ് നോട്ട് ഡിറ്റർമിൻഡ് ഇൻ എനി ഓഫ് ദി aforesaid manner the buyer shall pay the seller a reasonable price. ചില സാഹചര്യത്തിൽ നമുക്ക് പ്രൈസ് വ്യക്തമായിട്ട് മെൻഷൻ ചെയ്യാൻ വേണ്ടി സാധിക്കില്ല, സെല്ലർക്ക് വ്യക്തമായിട്ട് പറയാൻ വേണ്ടി സാധിക്കില്ല. അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഒരു റീസണബിൾ പ്രൈസ് എന്ത് ചെയ്യണം, സെല്ലർക്ക് ബയ്യർ കൊടുത്തിരിക്കണം. അതിനെയാണ് റീസണബിൾ പ്രൈസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി അടുത്തതാണ് സെയിൽ ആൻഡ് അഗ്രിമെന്റ് ടു സെയിൽ. എന്താണ് സെയിലും അഗ്രിമെന്റ് ടു സെയിലും? സെയിൽ എന്ന് പറയുന്നത് എന്താണ്? അക്കോർഡിംഗ് ടു സെക്ഷൻ 4 സബ്സെക്ഷൻ 3 ഓഫ് ദി സെയിൽ ഓഫ് ഗുഡ്സ് ആക്ട് വേർ അണ്ടർ എ കോൺട്രാക്ട് ഓഫ് സെയിൽ ദ പ്രോപ്പർട്ടി ഓണർഷിപ്പ് ഇൻ ദ ഗുഡ്സ് ഈസ് ട്രാൻസ്ഫേർഡ് ഫ്രം ദി സെല്ലർ ടു ബയർ ഈസ് കോൾഡ് സെയിൽ. ഇവിടെ എന്താണ്, കോൺട്രാക്ട് ഓഫ് സെയിൽ ഓഫ് ഗുഡ്സ് ആക്ട് പ്രകാരം പ്രോപ്പർട്ടി എന്ത് ചെയ്യുന്നു, ഗുഡ്സ് രൂപത്തിലുള്ള പ്രോപ്പർട്ടി എന്ത് ചെയ്യുന്നു, സെല്ലറിൽ നിന്നും ബയ്യറിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ സെയിൽ എന്ന് പറയുന്നത്. ദോസ് ഇൻ ദി കേസ് ഓഫ് സെയിൽ ദ ട്രാൻസ്ഫർ ഓഫ് പ്രോപ്പർട്ടി ഇൻ ഗുഡ്സ് ടേക്ക് പ്ലേസ് ഇമ്മീഡിയറ്റ്ലി. ഇമ്മീഡിയറ്റ് ആയിട്ട് ട്രാൻസ്ഫർ ചെയ്യുന്ന ആ ഒരു സിറ്റുവേഷനാണ് സെയിലിൽ സംഭവിക്കുന്നത്. Generally, the sales means transfer of property from one person to another in consideration of the price paid or promise of another valuable consideration. ഇവിടെ സെയിൽ എന്ന് പറയുന്നത് എന്താണ്, ഒരു വ്യക്തിയിൽ നിന്നും മറ്റൊരു വ്യക്തിയിലേക്ക് കൺസിഡറേഷന് പകരമായിട്ട് എന്ത് ചെയ്യുന്നു, ഇവിടെ ഗുഡ്സ് ട്രാൻസ്ഫർ ചെയ്യുന്നു. അതിനെയാണ് നമ്മൾ സെയിൽ എന്ന് പറയുന്നത്. ഇത് ഒന്നെങ്കിൽ എമൗണ്ട് കൊടുത്തിട്ടായിരിക്കും, അല്ലെങ്കിൽ എന്ത് ചെയ്യും, അതുപോലെ വാല്യുബിൾ കൺസിഡറേഷൻ ഫിക്സ് ചെയ്തിട്ടായിരിക്കും സെയിൽ നടക്കുന്നത്. എന്നാൽ അഗ്രിമെന്റ് ടു സെയിൽ എന്താണ്, വേർ ദ അണ്ടർ ദി കോൺട്രാക്ട് ഓഫ് സെയിൽ ദ ട്രാൻസ്ഫർ ഓഫ് പ്രോപ്പർട്ടി ഇൻ ഗുഡ്സ് ഈസ് ടു ടേക്ക് പ്ലേസ് അറ്റ് ദ ഫ്യൂച്ചർ ടൈം ഓർ സബ്ജക്റ്റ് ടു സം കണ്ടീഷൻ ദർ ആഫ്റ്റർ ടു ഫുൾഫിൽഡ് ദ കോൺട്രാക്ട് ഈസ് കോൾഡ് അഗ്രിമെന്റ് ടു സെയിൽ. ഇവിടെ എന്താണ് അഗ്രിമെന്റ് ടു സെയിലിൻ്റെ പ്രത്യേകത എന്താണ്? ഇവിടെ ഒരു കോൺട്രാക്റ്റ് ക്രിയേറ്റ് ചെയ്യുകയാണ്, ഗുഡ്സ് ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു കോൺട്രാക്റ്റ് ക്രിയേറ്റ് ചെയ്യുകയാണ്. പക്ഷെ ഇത് ഭാവിയിലാണ് ഈ ഒരു സെയിലിൻ്റെ പ്രോസസ്സ് നടക്കുന്നത്.
അല്ലെങ്കിൽ എന്താണ് എന്തെങ്കിലും ഒരു കണ്ടീഷന് ഫുൾഫിൽ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു സെയിൽ നടക്കും. അങ്ങനെയുള്ള സെയിലിനെയാണ് നമ്മൾ എഗ്രിമെൻറ്റ് ടു സെയിൽ എന്ന് പറയുന്നത്. അഥവാ എന്തെങ്കിലും ഒരു ഇവൻ്റ് സംഭവിച്ചു, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പർപ്പസ് അക്കംപ്ലിഷ് ചെയ്തു, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഗോൾ അച്ചീവ് ചെയ്തു, അങ്ങനെയുള്ള എന്തെങ്കിലും ഒരു ടാസ്ക് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ആ ഒരു സെയിൽ നടക്കും. അങ്ങനെയുള്ള സെയിലിനെയാണ് നമ്മൾ എഗ്രിമെൻറ്റ് ടു സെയിൽ എന്ന് പറയുന്നത്. Thus, in case of agreement to sell, the transfer of property in goods does not take place immediately but at a future date. ഇവിടെ എഗ്രിമെൻറ്റ് ടു സെയിലിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ട്രാൻസ്ഫർ ഓഫ് പ്രോപ്പർട്ടി ഓഫ് ഗുഡ്സ് ഒരിക്കലും തന്നെ ഇമ്മീഡിയറ്റ് ആയിട്ട് ട്രാൻസ്ഫർ ചെയ്യുന്നില്ല. അത് പിന്നീട് ഭാവിയിലാണ് ആ ഒരു ട്രാൻസ്ഫർ നടക്കുന്നത്. എഗ്രിമെൻറ്റ് ടു സെയിൽ നടന്നു കഴിഞ്ഞാൽ ആ ഗുഡ്സിന് ട്രാൻസ്ഫർ നടക്കുന്നില്ല. പിന്നീട് ഭാവിയിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇവൻ്റ് സംഭവിച്ചാലോ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാലോ, ഇവൻ്റ് അല്ലെങ്കിൽ ഒരു ടാസ്ക് പൂർത്തിയാക്കിയാലൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ആ ഒരു ഗുഡ്സിൻ്റെ ഡെലിവറി ട്രാൻസ്ഫർ എന്ത് ചെയ്യുന്നത്, നടക്കുന്നത്. ഇത്രയും കാര്യങ്ങളാണ് പാർട്ട് 1 നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.